combination of independent normal variables is again a normal random variable. That is if x1, x2, etc. xn are, if x1, x2, etc. xn are n independent normal random variables, if x1, x2, etc. xn are n independent normal random variables with parameters mu I, and sigma I square respectively. Mu I, the mu യുടെ suffix I, mu I and sigma I square respectively. Then y equal to summation I equal to 1 to n ai xi follows normal distribution with parameter summation I equal to 1 to n ai into mu I, comma summation I equal to 1 to n ai square sigma I square. അതായത് x1, x2, etc. xn ഇൻഡിപെൻഡന്റ് നോർമൽ റാൻഡം വേരിയബിൾസ് ആണെങ്കിൽ അതിന്റെ ലീനിയർ കോമ്പിനേഷൻ അല്ലെങ്കിൽ ലീനിയർ ഫംഗ്ഷൻ എന്ന് പറയുന്നതും ഒരു നോർമൽ റാൻഡം വേരിയബിൾ ആയിരിക്കും എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. മനസ്സിലായ? നമ്മൾ എടുത്തു x1, x2, etc. xn are n independent normal random variables with parameters mu I sigma I square. അതായത് x1 ന്റെ പാരാമീറ്റർ mu1 ഉം sigma 1 സ്ക്വയറും x2 ന്റെ പാരാമീറ്റർ mu2 ഉം sigma 2 സ്ക്വയർ, അങ്ങനെ. ഓക്കെ, അപ്പൊ ഒരു ലീനിയർ കോമ്പിനേഷൻ എടുത്തത് ലീനിയർ കോമ്പിനേഷൻ അല്ലേ? സമ്മേഷൻ I equal to 1 to n ai xi എന്ന് പറഞ്ഞാൽ എന്താ? a1 x1 plus a2 x2 plus etc plus an xn, which is a linear combination of x1, x2, etc. xn. അതിനെ നമ്മൾ y എന്നുള്ള ഒരു പേര് കൊടുത്തു, ആ റാൻഡം വേരിയബിളിന് y എന്നുള്ള പേര് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ y എന്ത് തന്നെ ഫോളോ ചെയ്യും? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ തന്നെ ഫോളോ ചെയ്യും വിത്ത് പാരാമീറ്റേഴ്സ് summation I equal to 1 to n ai mu I and summation I equal to 1 to n ai square sigma I square. ക്ലിയർ ആയോ? ഓക്കെ, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഒന്നുകൂടി ഞാൻ പറയാം. x1, x2, etc. xn ഇൻഡിപെൻഡന്റ് നോർമൽ റാൻഡം വേരിയബിൾസ് ആണെങ്കിൽ അതിന്റെ ലീനിയർ കോമ്പിനേഷനും ഒരു നോർമൽ റാൻഡം വേരിയബിൾ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. നമ്മൾ അഡിറ്റീവ് പ്രോപ്പർട്ടി ഒക്കെ പ്രൂവ് ചെയ്തിട്ടില്ലേ? അവിടെ അഡിറ്റീവ് പ്രോപ്പർട്ടിയുടെ ഒരു ജനറലൈസേഷൻ ആണ് വരുന്നത്. നമ്മൾ അഡിറ്റീവ് പ്രോപ്പർട്ടി പറയുമ്പോൾ 2 റാൻഡം വേരിയബിൾസ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇവിടെ നമ്മൾ n റാൻഡം വേരിയബിൾസ് എടുത്തു. ലീനിയർ കോമ്പിനേഷൻ കുറച്ചുകൂടി ജനറൽ ആവാൻ വേണ്ടിയിട്ടാണ് സമ്മേഷൻ I equal to 1 to n ai xi എന്ന് എടുത്തു. കേട്ടോ, അവിടെ ശ്രദ്ധിക്കുക. അപ്പൊ നമുക്കറിയാം xi ഫോളോസ് n mu I sigma I സ്ക്വയർ എന്ന് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് അല്ലെ? നമ്മൾ അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് mxi of t എന്ത് എഴുതാം? mxi of t എന്ന് പറഞ്ഞാൽ എന്ത് വരും? e raised to ന്റെ സ്ഥാനത്ത് mu I of t പ്ലസ് t സ്ക്വയർ സിഗ്മ സ്ക്വയർ എന്ന് പറയുമ്പോൾ sigma I സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 for I equal to 1 to etc up to n അല്ലേ? ഇവിടെ നമ്മൾ അഡിറ്റീവ് പ്രോപ്പർട്ടിയിൽ ചെയ്യുന്ന പോലെ തന്നെ മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് വൈയുടെ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ, മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷന്റെ പ്രത്യേകത എന്താ? ഒരു ഡിസ്ട്രിബ്യൂഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരൊറ്റ മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. യുണീക്ക് ആണ് മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ. അപ്പൊ ആ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വൈയുടെ ഡിസ്ട്രിബ്യൂഷൻ ഇവിടെ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ my of t വൈയുടെ മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ എഴുതാണ്. my of t നമുക്ക് എങ്ങനെ എഴുതാം? m summation I equal to 1 to n ai xi of t അല്ലേ? എഴുതിക്കൂടെ? ഇതിനെങ്ങനെ എഴുതാ? m summation I equal to 1 to n ai xi നമുക്ക് എങ്ങനെ എഴുതാ? a1 x1 plus a2 x2 plus etc plus an xn of t അല്ലേ? ഇനി ഇത് നമുക്ക് എങ്ങനെ എഴുതാം? m a1 x1 of t into m a2 x2 of t into etc m an xn of t. ഞാൻ പറയാനുള്ള കാരണം എന്താണ്? സിൻസ് x1 x2 etc xn are
ഇൻഡിപെൻഡന്റ്. ഇൻഡിപെൻഡന്റ് ആയി നമ്മൾ പഠിച്ചിട്ടില്ലേ മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷന്റെ ബൈവേരിയേറ്റ് റാൻഡം വേരിയബിൾ. ഇഫ് x1 and x2 are independent, then mx1 plus x2 of t നെ നമുക്ക് mx1 of t into mx2 of t എന്ന് എഴുതാം. ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ മാത്രം. അപ്പൊ ഇവിടെ ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ഇതെല്ലാം പ്രോഡക്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? പ്രോഡക്റ്റ് i equal to 1 to n m a i x i of t. എഴുതിക്കൂടെ? ഇതിനെല്ലാത്തിനും കൂടി നമ്മളൊന്ന് കമ്പൈൻ ചെയ്ത് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാം മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നോണ്ട് പ്രോഡക്റ്റ് i equal to 1 to n m a i x i of t. ക്ലിയർ ആണോ? ഞാൻ ഒന്നുകൂടി പറയാം. നമ്മളിവിടെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് x1 x2 etc xn എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് നോർമൽ റാൻഡം വേരിയബിൾസ് ആണെങ്കിൽ ലീനിയർ കോമ്പിനേഷൻ ഓഫ് x1 x2 etc xn അല്ലെങ്കിൽ x1 x2 etc xn ഒരു ലീനിയർ ഫംഗ്ഷനും നോർമൽ റാൻഡം വേരിയബിൾ തന്നെയാണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പൊ നമ്മൾ എടുത്തു x1 x2 etc xn എന്ന് പറയുന്നത് n നോർമൽ റാൻഡം വേരിയബിൾ വിത്ത് പാരാമീറ്റർ mu I sigma I square. അങ്ങനെ n ലീനിയർ കോമ്പിനേഷനെ നമ്മൾ y എന്ന് ഡിനോട്ട് ചെയ്തു. y equal to summation I equal to 1 to n a I x i. അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ നോർമൽ ആണെന്ന് നമുക്ക് കാണിക്കണം. ഓക്കെ, അപ്പൊ സിൻസ് എക്സ് ഐ ഫോളോസ് എൻ മ്യൂ ഐ സിഗ്മ ഐ സ്ക്വയർ, നമുക്ക് എം എക്സ് ഐ ഓഫ് ടി എങ്ങനെ എഴുതാം? ഇ റേസ് ടു മ്യൂ ഐ ടി പ്ലസ് ടി സ്ക്വയർ സിഗ്മ ഐ സ്ക്വയർ ഡിവൈഡ് ബൈ 2. ഇനി നോർമൽ മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വൈയുടെ ഡിസ്ട്രിബ്യൂഷൻ കാണുന്നത്. എം വൈ ഓഫ് ടി എഴുതി വൈയുടെ സ്ഥാനത്ത് ഈ ഫംഗ്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അതിനെ എക്സ്പാൻഡ് ചെയ്തു. അതിന് പ്രോഡക്റ്റ് ആയിട്ട് എഴുതി. അത് എഴുതാനുള്ള കാരണം x1 x2 etc xn ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ടാണ്. ഇതിനെ നമ്മൾ പ്രോഡക്റ്റ് i equal to 1 to n m a i x i of t എന്ന് എഴുതി. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. അപ്പൊ എഴുതു, പ്രൂഫ് എഴുതു. പ്രൂഫ് എഴുതു. given xi follows n mu I sigma I square. Given xi follows n mu I sigma I square. എന്തമ്മ ഒരു വരാത്ത? Then mxi of t equal to ബോർഡിലുണ്ട്, ബോർഡ് നോക്കി എഴുതുക. a raised to mu I t plus t square sigma I square divided by 2 for I equal to 1 2 etc up to n. Consider my of t. Consider my of t equal to m summation I equal to 1 to n ai xi of t. m summation I equal to 1 to n ബോർഡിലുണ്ട്. ഈ സ്റ്റെപ്പ് ആണ് കേട്ടോ, ai xi of t. എന്നിട്ട് അടുത്തത് എഴുതുക. ഈ സ്റ്റെപ്പും ഈ 3 സ്റ്റെപ്പ് എഴുതുക. ഈ സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് ബ്രാക്കറ്റിൽ സിൻസ് x1 x2 xn are independent എന്ന് എഴുതുക. ബോർഡിലുണ്ട്, അതേപോലെ തന്നെ എഴുതുക. I mu I t plus a I square sigma I square into t square by 2 അല്ലേ? ഇത് എന്തിന്റെയാണ്? ഇത് എന്തിന്റെ മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ ആണ്. ഇതിനെ നമുക്ക് ഒന്നും കൂടി അറേഞ്ച് ചെയ്ത് എഴുതുകയാണെങ്കിൽ e raised to summation I equal to 1 to n a I mu I into t plus summation I equal to 1 to n a I square sigma I square into t square by 2.
So this is the moment generating function of a normal distribution with parameters. യുടെ സ്ഥാനത്ത് വന്നിരിക്കുന്നത് summation I equal to 1 to n ai mu i. സിഗ്മ സ്ക്വയറിന്റെ സ്ഥാനത്ത് വന്നിരിക്കുന്നത് ഒരു സെക്കൻഡ്, സിഗ്മ സ്ക്വയറിന്റെ സ്ഥാനത്ത് വന്നിരിക്കുന്നത് എന്താ, summation I equal to 1 to n ai square sigma I square. Hence y follows normal distribution with parameters summation I equal to 1 to n ai mu i, comma summation I equal to 1 to n ai square sigma I square. അതായത് ലീനിയർ കോമ്പിനേഷൻ ഓഫ് x1 x2 x3 xn എന്ന് പറയുന്നതും ഒരു നോർമൽ റാൻഡം വേരിയബിൾ തന്നെയാണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ, ഞാൻ ഒന്നുകൂടി പറയാം. നമ്മളെ എം എ എക്സ് ഐ ഓഫ് ടീനെ എം എക്സ് ഐ ഓഫ് എ ഐ ടീന്ന് എഴുതി. എക്സ് ഐ നോർമൽ ആയതുകൊണ്ട് അതിന്റെ മൊമെന്റ് ഫംഗ്ഷൻ നമുക്ക് അറിയാം. അതിൽ ടി വരുന്നവിടേക്ക് എ ഐ ടി വെച്ച് റീപ്ലേസ് ചെയ്തു. പിന്നെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എക്സ്പോണൻഷ്യൽ പവറിലേക്ക് പോകുമ്പോൾ സമ്മേഷൻ ആവും. സമ്മേഷൻ രണ്ട് ടേമിന് സെപ്പറേറ്റ് കൊടുത്തു. ഈ ടിയുടെ കോയിഫിഷ്യന്റ് ആണ് നമ്മുടെ മ്യൂ, ടി സ്ക്വയർ ബൈ ടുവിന്റെ കോയിഫിഷ്യന്റ് ആണ് നമ്മുടെ സിഗ്മ സ്ക്വയർ. ഇവിടെ മ്യൂയുടെ സ്ഥാനത്ത് വന്നിരിക്കുന്നത് സമ്മേഷൻ എ ഐ മ്യൂ ഐയും സിഗ്മ സ്ക്വയറിന്റെ സ്ഥാനത്ത് വന്നിരിക്കുന്നത് സമ്മേഷൻ എ ഐ സ്ക്വയർ സിഗ്മ ഐ സ്ക്വയറും ആണ്. അപ്പൊ ഇതെന്ന് പറയുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻസ് തന്നെയാണ്. പാരാമീറ്റർ സമ്മേഷൻ എ ഐ മ്യൂ ഐയും സമ്മേഷൻ എ ഐ സ്ക്വയർ സിഗ്മ ഐ സ്ക്വയറും. Therefore y follows normal distribution. Clear ആയോ? അപ്പൊ എഴുതിക്കോളൂ, ബോർഡിലുണ്ട്. അത് അതേപോലെ തന്നെ എഴുതുക. ഈ സ്റ്റെപ്പ് വരെ എഴുതുക കേട്ടാ, ഈ സ്റ്റെപ്പ് വരെ എഴുതുക. ദിസ് ഈസ് എം വൈ ഓഫ് ടി എന്ന് പറഞ്ഞിട്ട് ഈ ലാസ്റ്റ് എഴുതിക്കുന്ന ഈ സ്റ്റെപ്പ് വരെ എഴുതുക. ബാക്കി ഞാൻ പറഞ്ഞുതരാം. ഇതുവരെ അതുവരെ എഴുതിയിട്ട് ബാക്കി ഞാൻ പറയാം. എഴുതിയോ? ഇല്ല മിസ്, ഒരു മിനിറ്റ്. MGF of a normal distribution. This is the MGF of a normal distribution with parameters summation I equal to 1 to n ai mu I, summation I equal to 1 to n ai mu I, and summation I equal to 1 to n ai square sigma I square, summation I equal to 1 to n ai square sigma I square. Full stop. Hence by uniqueness property of moment generating function, hence by uniqueness property of moment generating function, hence by uniqueness property of moment generating function, we have the y follows. Last step ഇവിടെ എഴുതിയിട്ടില്ലേ, y follows n summation I equal to 1 to n ai mu I, comma summation I equal to 1 to n ai square sigma I square.
എഴുതിയോ? ആ മിസ് എഴുതി.